സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം. കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ വഴി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. നാം ദൈവമക്കളെന്ന് അപ്പോസ്തലൻ പറയുന്നു. എങ്ങനെയാണ് നാം ദൈവമക്കളായി തീർന്നത്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഈ ലേഖനം എഴുതിയ യോഹന്നാൻ തന്നെ നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ സ്വർഗത്തിലെ ദൈവം അധികാരം കൊടുത്തു എന്നാണ് അവിടെ നാം കാണുന്നത്. മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ പലരും പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷോപ്പൻ ഹോവറുടെ പരീക്ഷണം. അദ്ദേഹം പല പ്രാവശ്യം മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം കെട്ടിപ്പടുത്തത് അഥവാ കണ്ടുപിടിച്ചത് തത്വശാസ്ത്രമായിരുന്നു. ദൈവം പിതാവാകുന്നു, ഞാൻ അവിടുത്തെ പുത്രനാണ്, അഥവാ ഞാൻ ആ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ് എന്ന ബോധ്യമാണ് ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടത്. കാരണം നാം എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അന്തിമമായ പരിഹാരം കണ്ടെത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അവിടുന്നാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവൻ. അവിടുത്തെ ഇഷ്ടപ്രകാരം അവിടുന്ന് എനിക്ക് ആവശ്യമായതെല്ലാം നൽകുന്നു എന്ന ചിന്ത നമുക്ക് ദൈവാശ്രയം ഉറപ്പാക്കും. ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന ബോധ്യമാണ് മറ്റുള്ളവരെയും സഹോദരങ്ങളായി കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. യേശു ചിലപ്പോഴൊക്കെ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതന്മാരെ എന്ന് വിളിച്ചതായി സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. സ്നേഹപിതാവിൻ്റെ മക്കളെന്ന നിലയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, അവർക്ക് സഹായത്തിൻ്റെ കരം നീട്ടുവാൻ നമുക്ക് കഴിയണം. വീണവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സ്നേഹിച്ച യേശു കർത്താവ് സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അവിടുന്ന് സ്വർഗസ്ഥനായ പിതാവിനെ അഥവാ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല മറ്റുള്ളവരെ സഹോദരങ്ങളെന്ന് വിളിക്കുവാനും പഠിപ്പിച്ചു. സ്നേഹത്തിൻ്റെ നിർവചനമാണ് ക്രിസ്തുവിൽ നാം കാണുന്നത്. ആ സ്നേഹത്തിൻ്റെ നിർവചനങ്ങളിൽ ഒരു ചങ്ങലയുടെ കണ്ണിയായി തീരുവാൻ ഓരോ മനുഷ്യനും സാധിച്ചാൽ നാം എല്ലാം ആ സ്നേഹത്തിൻ്റെ വലിയ ചങ്ങലയിലെ ശക്തിയായി മാറുവാനിടയാകും. നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഓരോ ദൈവപൈതലിനും നൽകുവാൻ കഴിയും. നാം
ദൈവത്തിൻ്റെ മക്കൾ. അത് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ഇന്ന് പൽക്കാലം ആ ശ്രേഷ്ഠ പദവിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനം കേട്ട് എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ.